റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കെന്ന വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നത്. പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായിരിക്കുന്നത്. 1991 ബാച്ച് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. നിലവിൽ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. IB സ്പെഷ്യൽ ഡയറക്ടർ സ്ഥാനത്ത് നിന്നാണ് കേരള പോലീസ് മേധാവി സ്ഥാനത്തേക്ക് റവാഡ ചന്ദ്രശേഖർ നിയമിതനായിരിക്കുന്നത്. 1991 ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ്. നിലവിൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയിലെ സുരക്ഷാ വിഭാഗം സെക്രട്ടറിയാണ്. പ്രജിത്ത് ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രജിത്ത്, നിതിൻ അഗർവാളിനെ മറികടന്നുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ നിയമനം. അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ കൂടി. ആദ്യഘട്ടം മുതൽ തന്നെ റവാഡ ചന്ദ്രശേഖറിന്റെ പേരിനായിരുന്നു മുൻതൂക്കം ലഭിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രകടന മികവും ഒക്കെ പരിഗണിച്ച് തന്നെയാണ് ആ നിലവിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. നേരത്തെ തന്നെ ഈ റവാഡ ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ടിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലമാണ്. അദ്ദേഹത്തിന്റെ ഒരു നയചാതുര്യമൊക്കെ വളരെ നേരത്തെ തന്നെ ചർച്ചയായിട്ടുള്ളതാണ്. കാരണം അദ്ദേഹം വളരെ കണിശക്കാരനായ ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അതേസമയം തന്നെ ആ കണിശത അദ്ദേഹം നടപ്പിലാക്കുന്നത് വളരെ സൗമ്യമായ പെരുമാറ്റത്തിലൂടെയാണ് എന്നുള്ള കാര്യം പലപ്പോഴും ചർച്ചകളിലൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റത്തെക്കുറിച്ച് നേരത്തെ തന്നെ അദ്ദേഹം കമ്മീഷണറായിരിക്കുന്ന സമയത്താണെങ്കിലും ശരി, പിന്നീട് റേഞ്ച് DIG ആയിരിക്കുന്ന സമയത്താണെങ്കിലും, SCRBയിൽ IG ആയിരിക്കുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് പോലീസ് വൃത്തങ്ങൾക്കിടയിൽ തന്നെ വളരെ പ്രശംസ നേടിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലത്തെ സംസ്ഥാന പോലീസ് മേധാവിക്കും റവാഡ ചന്ദ്രശേഖർ അടുത്ത DGP ആകുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയോടും ഒക്കെയുള്ള നിലപാടുകൾ അറിയിക്കുന്ന സമയത്തും റവാഡ ചന്ദ്രശേഖറിന് തന്നെയാണ് നിലവിലത്തെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബും താല്പര്യം പ്രകടിപ്പിച്ചതും ഒക്കെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ നയചാതുര്യം, അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തന മികവും ഒക്കെ കൊണ്ടാണ്. കാരണം കേരളത്തിൽ നിന്ന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നു. അവിടെ IBയുടെ ഒരു അഡീഷണൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് നിന്ന് വളരെ പെട്ടെന്ന് തന്നെ IBയുടെ ഒരു സ്പെഷ്യൽ ഡയറക്ടർ സ്ഥാനത്തേക്കും എത്തുന്നു. പിന്നീട് ഇന്റലിജൻസ് ബ്യൂറോയുടെ മൊത്തത്തിലുള്ള ഡയറക്ടറായി മാറാനുള്ള ഒരു പരിഗണനാ ലിസ്റ്റിലേക്ക് പോലും ഒന്നാമനായി എത്തുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും ഒക്കെ സുരക്ഷ നിർവഹിക്കുന്ന SPGയുമായി ബന്ധപ്പെട്ട് SPGയുടെ ചുമതലയിലേക്ക് അതിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറി സ്ഥാനത്തേക്കും അദ്ദേഹം ഉയർന്നു കയറുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ കരിയറിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. വളരെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന് ഈ നയചാതുരി വരുന്ന ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഈ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ചേർന്ന് നിന്ന് എല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പൊക്കെ ഒരു ക്രമസമാധാനപൂർണ്ണമായത് ഏകോപിപ്പിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഒരു ഒരു ഡിപ്ലോമസി കാണിക്കാൻ കഴിഞ്ഞ ഒരു ഡിപ്ലോമസിയോടെ സംസാരിക്കാനും ഇടപെടാനും പെരുമാറാനും ഒക്കെ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ അല്ലെങ്കിൽ ആ തലപ്പത്തുണ്ടാകണം എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരമൊരു നയചാതുരി അദ്ദേഹത്തിൻ്റെ ഈ ചുമതലയേൽക്കുന്നതിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ ചുമതലയിലേക്ക് നിയമിക്കുന്നതിൽ ഘടകമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത്തരമൊരു വിലയിരുത്തലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റിൽ ഒന്നാമതുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ മറികടന്നുകൊണ്ട് നിലവിൽ റവാഡ ചന്ദ്രശേഖറിനെ തന്നെ നിതിൻ അഗർവാളിനെ മറികടന്നുകൊണ്ട് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും അത് വരും ദിവസങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ടാകും എന്നുള്ള വിലയിരുത്തലുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ നിലവിലുള്ള പോലീസ് മേധാവി പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലോ പൊതുജനങ്ങൾക്ക് മുന്നിലോ എത്താത്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനും ലഭ്യമായിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഏത് രീതിയിൽ പല വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ, പോലീസിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആണെങ്കിലും ശരി, അദ്ദേഹം അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഒരു തരത്തിലും എത്തപ്പെടാത്ത ഒരാളാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തനാണ് റവാഡ ചന്ദ്രശേഖർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കുമൊക്കെ മറുപടി പറയാൻ കഴിയുന്ന, പോലീസിൻ്റെ സ്റ്റാൻഡുകളെയൊക്കെ ഡിഫെൻഡ് ചെയ്യാനും കഴിയുന്ന, വിഷയങ്ങളിൽ കൃത്യമായ വിശദീകരണങ്ങളും നിലപാടുകളും അറിയിക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോൾ ആ ഘടകങ്ങളൊക്കെ ഈ റവാഡ ചന്ദ്രശേഖറിലേക്ക് എത്തുന്നതിൻ്റെ ഒരു പരിഗണനയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് സർക്കാർ ചിന്തിക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെ ആയിരിക്കാം. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്കും റവാഡ ചന്ദ്രശേഖറിലായിരുന്നു താല്പര്യം എന്നുള്ളത് നമ്മൾ അറിയുന്നത്. നിതിൻ അഗർവാളിനേക്കാളും സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ഇത്ര പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥൻ എത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു നിലപാട് സംസ്ഥാന DGPയും കൂടി സ്വീകരിച്ചതോടുകൂടിയാണ് റവാഡ ചന്ദ്രശേഖറിനെ ഈ ഒരു നിയമനം നൽകാനുള്ള സാധ്യത തെളിഞ്ഞത് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. റവാഡ ചന്ദ്രശേഖർ പുതിയ DGP തീരുമാനമായിരിക്കുകയാണ്. IB സ്പെഷ്യൽ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് കേരള പോലീസ് മേധാവി സ്ഥാനത്തേക്ക് നിയമിതനായിരിക്കുകയാണ് അദ്ദേഹം. 1991 ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ്.